അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനവുമായി ശ്രീനാരായണപുരം പഞ്ചായത്ത്. ശ്രീനാരായണപുരത്ത് നാളേറെയായി കാട്ടുപന്നി ശല്യം മൂലം കർഷകർ വലയുകയാണ്. ഒട്ടുമിക്ക കാർഷിക വിളകളും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവാണ്. കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരും കാട്ടുപന്നികളുടെ ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. തീരപ്രദേശ ഗ്രാമങ്ങളിലെല്ലാം തന്നെ കാട്ടുപന്നികളുടെ ശല്യം ഏറി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തത്. ലൈസൻസ് ഉള്ള വേട്ടക്കാരെ കണ്ടെത്തി അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ പറഞ്ഞു. കാട്ടുപന്നി മാത്രമല്ല, വളരെയേറെ മയിലുകൾ, മുള്ളൻ പന്നി, മലമ്പാമ്പ്, അതുപോലെ തന്നെ വ്യത്യസ്ത ജീവികളെല്ലാം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കാണുന്ന അവിടുത്തെ കർഷകരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഇത്തരം ജീവികളെല്ലാം വ്യാപകമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് വാർഡ് 16ലും പരിസര പ്രദേശങ്ങളിലും, അതുപോലെ തൊട്ടടുത്ത് എടവിലങ്ങ് പഞ്ചായത്തിൻ്റെയും മതിലകം പഞ്ചായത്തിൻ്റെയൊക്കെ പരിധിക്കുള്ളിൽ മാറി മാറി വാഴ, അതുപോലെ തന്നെ പുതുതായി കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന കർഷകർ വയ്ക്കുന്ന തെങ്ങിൻ തൈകൾ ഉൾപ്പെടെ രൂക്ഷമായി ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പൊതുസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഡിസംബർ 24 ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുവായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാട്ടുപന്നി ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി ലൈസൻസ് ഉള്ള തോക്കുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിനും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു തീരുമാനവുമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്.